മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ ദിനം കൂടി നമുക്ക് തരികയാണ്. ഓരോ പ്രഭാതവും ഓരോ ദിനവും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. കർത്താവ് നമ്മിലേറെ പ്രത്യാശ അർപ്പിക്കുന്നത് കൊണ്ടാണ്, നമ്മെക്കുറിച്ചേറെ പ്രതീക്ഷകൾ ദൈവത്തിനുള്ളത് കൊണ്ടാണ് ഓരോ ദിനവും നമ്മുടെ ആയുസ്സിനോട് ദൈവം ചേർത്ത് വെച്ച് നൽകുന്നത്. ദൈവത്തിൻ്റെ നിസ്സീമമായ കാരുണ്യത്തെ, സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് മനം തുറന്ന് ദൈവത്തിൻ്റെ പരിപാലനത്തെ, കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്താം. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ കീർത്തനങ്ങളാൽ, സ്തുതികളാൽ നിറയപ്പെടേണ്ടതാണ്. സൃഷ്ടികളായ നാം ഓരോരുത്തരും സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹനീയ നാമത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം അത് തമ്പുരാൻ്റെ കരങ്ങളിൽ ഭദ്രമാകുക, സുരക്ഷിതമാകുക. ഓരോ ദിനവും കൃപയോടെ അനുഗ്രഹമായി ജീവിക്കുവാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുക. ആ വലിയ അനുഗ്രഹത്തിനായി പ്രഭാതത്തിൽ ഒന്നുചേർന്ന് നമുക്ക് ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് ഈ പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഓരോ ദിനവും ഈ ശുശ്രൂഷയെ വലിയ അനുഗ്രഹമായി, അഭിഷേകമായി അനേകരായിരങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിൽ നമുക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി ഈ ശുശ്രൂഷയോട് ഏറെ അടുത്ത് നിൽക്കുന്ന എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ മറിയത്തിൻ്റെ സ്വർഗീയമായ മാധ്യസ്ഥം നമുക്കൊന്നു ചേർന്ന് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകാൻ പോകുന്ന തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവ്വം നമ്മെ തന്നെ നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനം കേൾക്കുവാൻ, വചനം ഗ്രഹിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കുന്നത്. ആ വലിയ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദാഹത്തോടെ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങൾക്കായി ഞങ്ങളുടെ ഹൃദയങ്ങളും മനസ്സുകളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധയോടും ഏകാഗ്രതയോടും ദാഹത്തോടും കൂടെ തിരുവചനങ്ങൾ കേട്ട് ഗ്രഹിക്കുവാൻ തക്കവിധം പരിശുദ്ധാത്മാവേ, നിൻ്റെ നവമായ ചൈതന്യത്താൽ നീ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ച് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്കെല്ലാ ഡോക്ടർമാർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. വിവിധങ്ങളായ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യ മക്കളും ദൈവത്തിൻ്റെ ദാനമായി മനുഷ്യജീവനെ അവരുടെ കരങ്ങളിൽ ഡോക്ടർമാർ അവർ ചികിത്സിക്കുമ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യകരങ്ങൾ അവരിലേക്ക് നീട്ടപ്പെടുവാൻ ആ വലിയ ശ്രദ്ധയോടെ, ഗൗരവത്തോടെ, ഏകാഗ്രതയോടെ അവരുടെ അരികിലേക്ക് വരുന്ന രോഗികൾക്ക് ശുശ്രൂഷ നൽകുവാൻ തക്കവിധം
ദൈവം എല്ലാ ഡോക്ടർമാരെ അവിടുത്തെ ജ്ഞാനത്താലും കൃപയാലും അഭിഷേകത്താലും നിറയ്ക്കണമേ എന്ന് ഈ ദിനം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ് ഈ ദിനം നമ്മുടെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനാപൂർവം നമുക്ക് തിരുവചനങ്ങൾക്കായി കാതോർക്കാം. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടെ നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടുവാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവർത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്ര ഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, സങ്കീർത്തന വചസ്സുകളാണ് നാം ഈ പ്രഭാതത്തിൽ ഇന്ന് കേട്ടത്. ദൈവമായ കർത്താവിനെ വാഴ്ത്തുവാൻ സങ്കീർത്തകൻ നമ്മെ മുഴുവൻ, ലോകം മുഴുവനെയും പ്രത്യേകമാം വിധം ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. കർത്താവിൻ്റെ അനുഗ്രഹമൊന്നും നീ മറക്കരുത് എന്ന് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, എത്രയോ ശ്രേഷ്ഠമായ മനോഹരമായ പ്രബോധനമാണ്, ഉൾക്കാഴ്ചയാണ് സങ്കീർത്തകനിലൂടെ ദൈവം നമുക്ക് തരുന്നത്. എൻ്റെ ആത്മാവെ ദൈവമായ കർത്താവിനെ നീ വാഴ്ത്തുക എന്നാണ് സങ്കീർത്തകൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതകാലം മുഴുവനും ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ദൈവമായ കർത്താവിൻ്റെ മഹനീയ കൃത്യങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവനാമത്തെ വാഴ്ത്തുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഈ ലോക ജീവിതം അത് ധന്യമാകുക, അത് അനുഗ്രഹമാകുക. ലൂക്കാ സുവിശേഷത്തിൽ പരിശുദ്ധ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് പരിശുദ്ധ മറിയം ഈ സങ്കീർത്തന വാക്കുകളെ ചാലിച്ച് ഹൃദയത്തിൽ സ്വന്തമാക്കിയവളാണ്. ആ സങ്കീർത്തകൻ്റെ വാക്കുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ്, ഏറ്റെടുത്തുകൊണ്ടാണ് മറിയം ദൈവമായ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ചെയ്ത മഹനീയ കൃത്യങ്ങളെ വാഴ്ത്തി പാടുന്നത്, അമ്മ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുന്നത്, പ്രകീർത്തിക്കുന്നത്. കർത്താവ് ഈ ദാസിയുടെ താഴ്മയെ തൃക്കൺ വാർത്തു എന്ന് പറഞ്ഞുകൊണ്ട് മറിയം ദൈവം തൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ കാര്യങ്ങളെ ഏറ്റുപറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മുഖമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുക എന്നത്. ഒരു വ്യക്തി ആത്മീയ വിശ്വാസ ജീവിതത്തിൽ വളരും തോറും ആ വ്യക്തി ദൈവത്തോടുള്ള ആ വലിയ കൃതജ്ഞത മനോഭാവത്തിൽ നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കും. ഒരു വ്യക്തി ആത്മീയ ജീവിതത്തിൽ ആഴപ്പെടും തോറുമാണ് ഈ മനോഹരമായ ആത്മീയതയുടെ ഈ വശം ഗ്രഹിച്ച് അത് ഉൾക്കൊള്ളുവാൻ ആരംഭിക്കുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ ആത്മീയത, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എവിടെ എത്തിയിരിക്കുന്നു എന്നറിയാൻ ഒന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. എനിക്കെന്തുമാത്രം ഓരോ ദിവസവും ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അതെൻ്റെ വാക്കിലും എൻ്റെ ചിന്തയിലും എൻ്റെ പ്രാർത്ഥനയിലും എല്ലാം എന്തുമാത്രം ഞാൻ ദൈവത്തോട് കടപ്പെട്ടവളാണ്. തമ്പുരാനെ നന്ദി എന്നൊരു മനോഭാവത്തോടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന എണ്ണമറ്റ കൃപകളെ, ദാനങ്ങളെ തിരിച്ചറിയാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന
വലിയ കാര്യങ്ങളെ പരിശുദ്ധ അമ്മയെപ്പോലെ ഏറ്റുപറഞ്ഞ് ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ നമുക്കാകുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ തീർച്ചയാണ് നമ്മുടെ ആത്മീയത എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്താൻ തോറും നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മ കൃപയിലും അഭിഷേകത്തിലും വളരുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറും. കാരണം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നവരിലാണ് പരിശുദ്ധാത്മാവ് സംപ്രീതനാകുക. മറിയത്തിൻ്റെ സ്തോത്രഗീതം വെളിപ്പെടുത്തി നൽകുന്ന വലിയ രഹസ്യം ഇതാണ്. മറിയത്തിന് എന്തുകൊണ്ടാണ് അത്രമാത്രം മനം തുറന്ന് ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ നാമത്തെ വാഴ്ത്തുവാൻ കഴിഞ്ഞത്? മറിയം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും ഇഷ്ടദാസിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് മറിയം. മറിയം ആ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രീതിക്കും പ്രസാദത്തിനും അവൾ പാത്രീഭൂതയായത്. അവൾ ദൈവപുത്രൻ്റെ അമ്മയായി തീർന്നത്, പരിശുദ്ധാത്മാവ് അവളിൽ അനുരക്തനായത്. പ്രിയമുള്ളവർ, എത്രയോ മനോഹരമായ ഒരു ആത്മീയ രഹസ്യമാണിത്. നമ്മുടെ വിശ്വാസ ജീവിത വഴികളിൽ പ്രിയമുള്ളവരെ, ഈ ദൈവിക സത്യത്തെ, ഈ ആത്മീയ രഹസ്യത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് അനുദിനം കുറച്ചു നേരം തമ്പുരാൻ്റെ സന്നിധിയിലായിരുന്നു ദൈവനാമത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം തന്നെ മാറും. നമ്മുടെ വ്യക്തി ജീവിതം രൂപാന്തരപ്പെടും. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സന്തോഷം, ആനന്ദം നിറയാൻ ആരംഭിക്കും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ മനോഹരമായ ദൈവികമായ അനുഗ്രഹത്തിൻ്റെ കലവറയെ നമുക്കായി ദൈവത്തിന് തുറന്നു തരുവാൻ വലിയ പ്രേരക ശക്തിയായി തീരും. പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം. ഇതുകൊണ്ടാണ് സങ്കീർത്തകനിലൂടെ ദൈവമായ കർത്താവ് ഈ മനോഹര സത്യത്തെ നമുക്ക് വെളിപ്പെടുത്തി തരിക. ദൈവത്തിൻ്റെ നന്മ എന്തെന്ന് സങ്കീർത്തകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ഭൂലോകത്തിലായിരിക്കുന്ന ഒരാൾക്ക് പോലും ദൈവമേ, നീ എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, നിനക്ക് നന്ദി പറയാനൊന്നുമില്ല എന്ന് പറയാൻ ഒരു മനുഷ്യനും പറ്റില്ല. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയും തോറും ദൈവമേ, ഞാൻ അങ്ങയോട് എത്രയധികമായി കടപ്പെട്ടിരിക്കുന്നു എന്ന ആ വലിയ അവബോധം നമ്മിൽ ഓരോരുത്തരിലും ആഴപ്പെടും. ഇതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, നീ പാപം ചെയ്താൽ ദൈവം ആ പാപത്തെ തൂക്കി അളന്ന് നിന്നെ ശിക്ഷിക്കുന്നവനല്ല. അവിടുന്ന് നൽകുന്ന ശിക്ഷണം അത് ക്ഷണികമാണ്, നിസ്സാര നേരത്തേക്കുള്ളതാണ്. പ്രിയമുള്ളവർ, എത്രയോ നമ്മുടെയൊക്കെ അനുദിന വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും തകർച്ചകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം, വേദനകളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം, ദൈവം അനുവദിച്ച ഒരു ശിക്ഷണ കാലഘട്ടത്തിലൂടെ കടന്നുപോയവരുണ്ടാകാം. പക്ഷേ ദൈവത്തിലേക്ക് നോക്കി ആ തകർച്ച അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ പിന്നെയും ആ തകർച്ചകളെ അതിജീവിച്ച് ദൈവത്തിൻ്റെ മഹത്വമായി, ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറിയ എത്രയോ പേരുടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. തീർച്ചയായും ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ടാകും. ദൈവത്തിൻ്റെ നന്മയാണ്, കരുണയാണ് ദൈവം അനുദിനം അനുനിമിഷം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി നൽകിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ചിലപ്പോൾ മക്കളായി നമ്മെ കാണുന്നത് കൊണ്ട് നമ്മുടെ ജീവിത വഴികൾ നാശത്തിലേക്ക് അത് കടന്നു പോകുന്നതാണെന്ന് ദൈവം കാണുമ്പോൾ നമുക്ക് താൽക്കാലികമായ ശിക്ഷണമോ തകർച്ചകളോ ഒക്കെ അനുവദിക്കും. തീർച്ചയായും അതെല്ലാം നമ്മെ രൂപാന്തരപ്പെടുത്താൻ വേണ്ടിയാണ്, നമ്മെ ദൈവത്തോട് അടുപ്പിക്കാൻ വേണ്ടിയാണ്, നാം ദൈവത്തിലേക്ക് തിരിയാൻ വേണ്ടിയാണ്, മടങ്ങി വരുവാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കൈപ്പേറിയ ശിക്ഷണത്തിൻ്റെ അനുഭവങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ന് തിരിച്ചറിയാൻ കഴിയണം. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും പ്രിയമുള്ളവരെ, ദൈവം നല്ലവനാണ്, അവൻ വലിയവനാണ്, അവൻ അനന്ത കരുണയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവനാമത്തെ അനുദിനം മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഓരോ ദിനവും വലിയ അഭിഷേകമാകും, വലിയ അനുഗ്രഹമാകും. നമുക്ക് തിരിച്ചറിയാം. ദൈവം നൽകുന്ന മനോഹരമായി സുദിനത്തിൻ്റെ ഈ ആരംഭത്തിൽ പ്രിയമുള്ളവരെ, തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്ത മഹത്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കാം. മനം തുറന്ന് ലുബ്ധില്ലാതെ കർത്താവിനെ നമുക്ക് വാഴ്ത്തി പ്രകീർത്തിക്കാം. പരിശുദ്ധാത്മാവ് നമ്മിൽ തീർച്ചയായും സംപ്രീതനാകും. നമ്മുടെ ജീവിതങ്ങളെ അവൻ ഏറ്റെടുക്കും. അവൻ അഭിഷേകം കൊണ്ട് നിറച്ച് ദൈവകരങ്ങളിലെ മനോഹരങ്ങളായ ഉപകരണങ്ങളായി നമ്മെ പരിശുദ്ധാത്മാവ് രൂപാന്തരപ്പെടുത്തും. ഇന്ന് രാവിലെ
മനോഹരമായ ഒരു ഡോക്ടറിൻ്റെ ജീവിതാനുഭവം വായിക്കുകയായിരുന്നു. ഏതാണ്ട് 100,000-ൽ പരം ഹൃദയ ശസ്ത്രക്രിയ ചെയ്ത ഒരു ഡോക്ടർ, പ്രിയമുള്ളവരെ, രോഗികളോട് ഏറെ അനുകമ്പയും സ്നേഹവും കാണിച്ചുകൊണ്ട് ആ ഡോക്ടർ ഇങ്ങനെയുള്ള ശസ്ത്രക്രിയ ചെയ്യുന്നത് മൂലം ആ ഡോക്ടർ വളരെ പ്രസിദ്ധനായി. വായിക്കുവാൻ ഇടവന്നത് ഏതാണ്ട് 21,000-ലധികം കോടി രൂപയുടെ ആസ്തി ഡോക്ടറിനുണ്ട്. ഇദ്ദേഹം ശസ്ത്രക്രിയ ചെയ്ത് ചികിത്സയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ച വരുമാനമാണ്. പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, അദ്ദേഹം ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയാണ്. അദ്ദേഹം ഈ കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, ഹൃദയ രോഗത്താൽ ക്ലേശിക്കുന്ന രോഗികൾക്കൊക്കെ വേണ്ടി വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ കഴിവ് എൻ്റെ സ്വന്തമല്ല, ദൈവദാനമാണ് എന്ന തിരിച്ചറിവാണ് ബാംഗ്ലൂരിലെ നാരായണ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഈ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ ഡോക്ടർ തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. നമുക്ക് തിരിച്ചറിയാം, തമ്പുരാൻ്റെ സന്നിധിയിൽ, ദൈവമേ, ഞാൻ എത്രയോ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു, നന്ദി പറഞ്ഞാൽ ഈ ജീവിതം പോര ദൈവമേ എന്ന മനോഭാവത്തോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ ജീവിക്കാൻ ദൈവമേ വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഈ ദിനം, ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ കർത്താവേ, ഈ ജീവിതം നിൻ്റെ ദാനമാണെന്ന് പൂർണ്ണമായും ഞങ്ങളൊന്ന് ചേർന്ന് ഏറ്റുപറയുന്നു. കർത്താവ്, എണ്ണിയാൽ തീരാത്ത വിധം കൃപകളും ദാനങ്ങളും അനുഗ്രഹങ്ങളും അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരം വർഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തമ്പുരാനെ, ഞങ്ങൾ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് കർത്താവെ ഏറ്റുപറയുന്നു. കർത്താവായ യേശുവെ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ ജീവരക്തം ചിന്തി ഞങ്ങളെ വീണ്ടും രക്ഷിച്ച അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഓ കർത്താവെ, ജീവനോളം വില നൽകിയാണ് അവിടുന്ന് ഞങ്ങളെ കരുതിയത്, സ്നേഹിക്കുന്നത്. തമ്പുരാനെ, ഈ വലിയ ആത്മീയ അവബോധത്തിൽ നിന്ന് അനുദിനം നിനക്ക് വേണ്ടി ജീവിക്കുവാനും നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും നിൻ്റെ സുവിശേഷത്തിൻ്റെ നന്മയുടെ പ്രകാശത്തിൽ പങ്കുപറ്റുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അവിടുന്നാണ് ഞങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ ദൈവത്തോട് അടുപ്പിക്കുന്നത്, ദൈവത്തെ വാഴ്ത്തുവാൻ പ്രേരിപ്പിക്കുന്നത്. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അനുദിനം ദൈവത്തിൻ്റെ വൻ പ്രവർത്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ നാമത്തെ ഏറ്റുപറയുവാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ ഓരോരുത്തരിലും അഭിഷേകമായി വന്ന് നീ നിറയണമേ. അമ്മ ദൈവമാതാവേ, അമ്മയുടെ മനോഹരമായ സ്തോത്രഗീതം ഞങ്ങൾക്കൊരു പാഠമാണ്, ഞങ്ങൾക്കൊരു മാതൃകയാണ്, ഞങ്ങൾക്ക് വലിയൊരു ദൈവിക പ്രചോദനമാണെന്ന് ഏറ്റുപറയുന്നു. അമ്മയെപ്പോലെ ദൈവത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നതിനെ തിരിച്ചറിഞ്ഞ് അനുദിനം അവിടുത്തെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുവാൻ, പ്രകീർത്തിക്കുവാൻ അമ്മേ ആ വലിയ കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന സകല വിശുദ്ധരെ, നിങ്ങളുടെ പ്രത്യേകമായ മാധ്യസ്ഥ സഹായം ഞങ്ങളുടെ വിശ്വാസ ജീവിത വഴികളിൽ എപ്പോഴും നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച് നൽകണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതന്മാരെ ഞങ്ങളുടെ ജീവിത വഴികളിൽ, ഞങ്ങളുടെ യാത്രകളിൽ, ഞങ്ങളുടെ ഉദ്യമങ്ങളിൽ എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യവും സഹായവും സംരക്ഷണവും നൽകി ഞങ്ങളെ വഴി നടത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.
ഈശോ എനിക്കായി നൽകിയോരമ്മ.
സ്വന്തം. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും ടി വി സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടുമായിരിക്കുന്ന അനേകരോട് ചേർന്ന് ഒരു മനമായി നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ നല്ല ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം നമുക്ക് വേണ്ടി തുറക്കുന്ന അനുഗ്രഹ നിമിഷങ്ങളാണിത്. തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും ആയിരിക്കുന്ന അനേകം ദൈവമക്കളുണ്ട്. അവരുടെ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ, ഭാരങ്ങളെ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് അവിടുത്തെ ആണിപ്പാടുകളോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കത്തോലിക്ക സഭയോടും സഭ നയിക്കുന്ന പരിശുദ്ധ ലിയോ പാപ്പയോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോടും ചേർന്ന് ഒരു മനമായി നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് ഈശോയുടെ ഈ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും നിങ്ങൾ വിലയേറിയ പ്രാർത്ഥനകൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെ വിലയേറിയ പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷ ഓരോ പ്രഭാതത്തിലും വലിയ അഭിഷേകമായ അനുഗ്രഹമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. ഇനി തുടർന്നും നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന നൊവേന പ്രാർത്ഥനകളിൽ ജപമാലകളിലുമെല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓരോരുത്തരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയും കൂടാരങ്ങൾ പ്രേക്ഷിത മക്കൾ രാവും പകലും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന നിയോഗങ്ങൾക്കായി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. സ്വർഗത്തിൻ്റെ നല്ല ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിത കാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും കരുതലും കരുണയും വെളിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം ആവിധം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളേവർക്കും യേശുവിൻ്റെ ധന്യനാമത്തിൽ നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.